നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ മെഗാ ഷോയിലെ ഗാനത്തിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്ത്. ശനിയാഴ്ച നടന്ന ഷോയിൽ വാരിയംകുന്നനെ മലബാറിന്റെ സുൽത്താനായി അവതരിപ്പിച്ച റാപ്പ് സോങ്ങിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ജന്മഭൂമി അടക്കമുള്ള ബി.ജെ.പിയുടെ മുഖപത്രങ്ങൾ ഇതു സംബന്ധിച്ച് വാർത്ത കൂടി നൽകിയതോടെ ഫെസ്റ്റിവൽ ഷോ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. പൂക്കോട്ടൂരും തിരുരങ്ങാടിയും പാണ്ടിക്കാട് ചന്തപ്പുരയിലും നാടിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെയല്ല, ആ കുറ്റത്തിന് തൂക്കിലിടേണ്ടത് ആലി മുസ്ലിയാരെയല്ല, വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാംകുന്നത്ത് കുഞ്ഞമ്മളാജിയല്ല, ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയുമല്ല, ഈ മക്കളെയല്ല. അവന്റെയൊക്കെ ചെരുപ്പ് വെക്കി ഖാൻ ബഹദൂറും റാവബഹദൂറും പട്ടം വാങ്ങിയ അന്നപ്പുറം നാടൻ ചെപ്പകളെയാണ് മലബാർ കലാപത്തിന്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഇടമാണ് നിലമ്പൂർ കോവിലകം. ഇവിടുത്തെ ഉത്സവത്തിന്റെ പേരിൽ നടത്തുന്ന ഷോയിൽ വാരിയംകുന്നനെ പ്രകീർത്തിച്ച് പാടിയതാണ് ബി.ജെ.പിയെയും ഹിന്ദു സംഘടനകളെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. വാരിയംകുന്നന്റെ വാഴ്ത്തുപാട്ടുകൾ അവതരിപ്പിക്കുന്നവർ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും അജണ്ട നടപ്പിലാക്കുകയാണെന്ന് ബി.ജെ.പി. പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റും സംസ്ഥാന മീഡിയ അംഗവുമായ അഡ്വക്കേറ്റ് ടി.കെ. അശോക് കുമാർ പറഞ്ഞു. വാരിയംകുന്നന്റെ വാൾമുന കൊണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ പോലും, ഒരു ഇംഗ്ലീഷുകാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത. ആ വാൾമുനയ്ക്ക് ഇരയായത് അന്നത്തെ മലബാറിലെ ഏറനാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള ഹിന്ദു ജനവിഭാഗമായിരുന്നു. തുർക്കിത്തൊപ്പിയും ഖിലാഫത്തിൻ്റെ കറുത്ത കൊടിയും IS എന്നുപയോഗിക്കുന്ന ഖിലാഫത്തിൻ്റെ കറുത്ത കൊടിയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നരനായാട്ടാണ്. ആ നരനായാട്ടിനെ ഇന്ത്യയിലെ അന്നത്തെ ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും അംബേദ്കറെ പോലുള്ളവർ, ഗാന്ധിയെ പോലുള്ളവർ എല്ലാവരും തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ അതിനെ ഇന്ന് വാഴ്ത്തുപാട്ടുകളായി അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയാണ് നിലമ്പൂരിൻ്റെ MLA അടക്കമുള്ള ആളുകൾ. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. കേരള സമൂഹം, പ്രത്യേകിച്ച് മലബാറിൽ എങ്ങോട്ടാണ് കോൺഗ്രസ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നതെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കാൻ പാടില്ല, അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ കുപ്രചരണങ്ങൾ നടത്തുന്നു. അതേ സമയത്ത് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള DJ പാർട്ടിയിൽ വാൾത്തലപ്പ് കൊണ്ട് ചരിത്രം രചിച്ച വീരനായകനായി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അവതരിപ്പിക്കുമ്പോൾ അതിൽ അന്ന് അദ്ദേഹത്തിൻ്റെ വാൾമുനയ്ക്ക് ഇരയായിട്ടുള്ള ഏറനാട്ടിലെ ഹിന്ദു ആളുകളുടെ പിന്മുറക്കാർക്ക് വലിയ വേദനയും പ്രയാസവും ഉണ്ടാകും എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം മറന്നുപോവുകയാണ്. കോവിലകത്തിൻ്റെ പേരിൽ വേട്ടയ്ക്കരൻ്റെ പ്രജകളായിരുന്ന ഹിന്ദു ആളുകളെയാണ് അന്ന് നരനായാട്ടിന് ഇരയാക്കിയിട്ടുള്ളത്. ഒരു ബ്രിട്ടീഷുകാരൻ പോലും, ഒരു ഇംഗ്ലീഷുകാരൻ പോലും വാരിയംകുന്നൻ്റെ വാൾത്തലപ്പിന് ഇരയായിട്ടുള്ള എന്നുള്ള ചരിത്ര വസ്തുതയ്ക്ക് മുൻപിൽ ഇത് പ്രതിഷേധാർഹമാണ്. ഇത് നടത്തിയ ആളുകൾ പാട്ടുത്സവ ഫെസ്റ്റിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ കൺവീനർ, ചെയർമാൻ, അതിൻ്റെ സംഘാടക സമിതി പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്.